Hi friends, welcome to Sushi's Healthy Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഓണമൊക്കെയാണ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ വക ഓണം ആശംസകൾ. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായി കാണും, എന്നാലും പറയാം. കടല പ്രഥമനാണ്. ഞാൻ ഒരുപാട് പായസം റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഹെൽത്തി പായസം വെർഷൻസ് കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കടലപ്പരിപ്പും കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കാൻ പലർക്കും അറിയാം. എങ്കിലും സ്റ്റിൽ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ, അതുപോലെയൊക്കെ കുക്കിംഗ് ലേൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലെയല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കടല പ്രഥമൻ. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സുകൾ, അഡ്വൈസുകൾ എല്ലാം കമന്റ് സെക്ഷനിൽ തരാവുന്നതാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മളുടെ ഓണം സ്പെഷ്യൽ കടലപ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കടലപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട പ്രധാന ഐറ്റം കടലപ്പരിപ്പ് തന്നെയാണ്. നമ്മൾ ഈ കടലപ്പരിപ്പും കൊണ്ട് പരിപ്പ് വടയും ഉണ്ടാക്കാറുണ്ട്. നമ്മളിത് സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പല്ല കേട്ടോ. സാമ്പാർ ഉണ്ടാക്കായതുകൊണ്ട് ടേസ്റ്റിയൊക്കെയാണ്. പക്ഷെ ഇത് സാമ്പാർ ദാലല്ല, നമ്മുടെ കടലപ്പരിപ്പ്. കടലയുടെ നമ്മുടെ കടലയുടെ പരിപ്പ് വാങ്ങാൻ കിട്ടും. അത് ചോദിച്ചു വാങ്ങിയാൽ മതി. ഇത് ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇത് വെള്ളം വാർന്നു പോകാനായിട്ട് ഒന്ന് വെക്കുക. ഞാൻ ഇതിന് 1 കപ്പ് കടലപ്പരിപ്പാണ് ഫ്രണ്ട്സ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന കപ്പിന് ഒരു ഇച്ചിരി വലിയ കപ്പാണിത്. 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. ഫ്ലെയിം അല്പം കുറച്ച് വെക്കുക, കൂട്ടി വെക്കരുത്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ജസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് കടലപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. പലരും ഡയറക്റ്റ് അങ്ങ് വേവിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കടലപ്രഥമൻ. പക്ഷെ ഇങ്ങനെ നമ്മളൊന്ന് വഴറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് കടലപ്രഥമൻ്റെ യഥാർത്ഥ ടേസ്റ്റും ഒക്കെ കിട്ടുക. അപ്പം ഇതൊന്ന് വഴറ്റാൻ മറക്കരുത്. ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കരിക്കുകയോ ബ്രൗൺ ആക്കുകയോ ഒന്നും ചെയ്യരുത്. ഒരല്പനേരം ഒന്ന് വഴറ്റണം. ഒരു നല്ല മണമൊക്കെ വന്ന് എല്ലാ പരിപ്പും ഒന്ന് നല്ലപോലെ നെയ്യിൽ കിടന്നൊന്ന് വഴലാൻ തുടങ്ങും. എന്നിട്ട് അപ്പോൾ ഇത് നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇതിന് നല്ലൊരു മണം വന്നു തുടങ്ങി. ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുത്തു. ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇനി ഇത് വഴറ്റിയത് നമുക്ക് നിർത്തിയിട്ട് ഇത് വേവിക്കാനായിട്ട് ഇതിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പതുക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ചൂടായിട്ട് കിടക്കുന്ന കുക്കറായതുകൊണ്ട് വെള്ളം തിളച്ച് മേളോട്ട് വീഴാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നിന്നു, കണ്ടില്ലേ, അല്ലെങ്കിൽ അത് ഒരുപാട് പുക വരും. അപ്പോൾ അത് കുറച്ച് പുക ഇങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് അതിൻ്റെ ആ ഒരു ചൂട് വരാതിരിക്കാനാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചൂടാക്കി വെച്ചിരുന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നോക്കുക വെള്ളം എത്ര വേണമെന്ന്. ഇതിലൊരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എനിക്ക് ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പൊന്ന് നല്ലപോലെ വേവണം. പക്ഷേ വെന്ത് കുഴഞ്ഞ് പേസ്റ്റായി പോകരുത്. പ്രഥമന് പരിപ്പ് വേവിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം നമുക്കിതിനി കുറേയും കൂടെ വേവിക്കാനുള്ളതാണ് ശർക്കരയിലൊക്കെ ഇട്ട്. അപ്പോൾ ചെറിയ വെന്തിട്ട് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവത്തിൽ ഇരിക്കണം ഇത് വാങ്ങുമ്പോൾ. ഒരു 3 വിസിൽസ് അല്ലെ 2 വിസിൽസ്. ഞാൻ വിസിൽസിന്റെ കണക്ക് പറയാത്തത്, പലരുടെയും കുക്കർ പല രീതിയിലുള്ളതായിരിക്കാം, അതിന്റെ പ്രഷർ പല രീതിയിലായിരിക്കാം. അപ്പം നമ്മൾ എല്ലാ കുക്കറിനും 2 വിസിലടിക്കുന്ന പെട്ടെന്ന് വേവുന്ന കുക്കറുകളുണ്ട്. അപ്പം
അത് 3-4 വിസിൽ കൊണ്ട് വേകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എത്ര വിസിലടിക്കണമെന്ന് പറയുന്നില്ല. എന്നാലും 2 വിസിൽ മിനിമം അടിക്കണം, ഒരു 3 വിസിൽ മാക്സിമം. അത് ഞാൻ എന്നിട്ട് പറയാം, ഒന്ന് വെന്തിട്ട് പറയാം. നമ്മളുടെ പരിപ്പ് വേകുന്ന നേരത്തിന് നമ്മൾക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇവിടെ കുറച്ച് വറുത്ത് ഇടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരൽപ്പം കിഷ്മിഷ്, അതായത് റേസിൻസ്, കുറച്ച് കശുവണ്ടി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കശുവണ്ടി മാത്രം ഇടണമെങ്കിൽ ഇടാം, കുറച്ച് കപ്പലണ്ടി പരിപ്പ് കൂടെ ഇടണമെങ്കിൽ ഇടാം, തേങ്ങാക്കൊത്ത് ഇടണ്ട എന്നുണ്ടെങ്കിൽ ഇടണ്ട, കിഷ്മിഷ് ഇടണ്ട എന്നുണ്ടെങ്കിൽ ഇടണ്ട. നമ്മൾ പ്രഥമന് മസ്റ്റായിട്ടും ചേർക്കുന്നത് ഒരൽപ്പം കശുവണ്ടി അല്ലെങ്കിൽ കാഷ്യൂനട്ടാണ്. തേങ്ങാക്കൊത്തും ചേർക്കാറുണ്ട്, കിസ്മിസും ചേർക്കാറുണ്ട്. അത് നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ കപ്പലണ്ടി അധികം ആരും ചേർക്കാറില്ല. ഓക്കെ, അത് മാറ്റി വെക്കാം. ഒരു നുള്ള് നല്ല ജീരകം വറുത്ത് പൊടിച്ചതും, ഒരു നുള്ള് നമ്മളുടെ ചുക്ക് വറുത്ത് പൊടിച്ചതും. ചുക്കും നല്ല ജീരകവും വറുത്ത് പൊടിച്ചത് ഇടുന്നത് ഓപ്ഷണലാണ്. അത് സാധാരണ പ്രഥമൻ ഇടാറുണ്ട്. കടലപ്രഥമന് അത് ഇടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അടുത്തത് നമ്മൾക്ക് വേണ്ടത് ശർക്കര പാനി കാച്ചി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് അരിച്ചെടുക്കുക. ശർക്കര പാനി കാച്ചുമ്പോൾ അരിച്ചെടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് നെയ്യ്, ഒരു 2-3 സ്പൂൺ നെയ്യ് വേണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു ഏലക്ക അല്പം പൊടിച്ചത്, പിന്നെ നമ്മളുടെ ഒരു 1 പാല്, തേങ്ങാപ്പാല്, ഇച്ചിരി കട്ടിയുള്ള പാല് 1 കപ്പോളം, പിന്നെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാല് ഞാനിവിടെ ഒരു 2.5 കപ്പ് 3 കപ്പോളം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്ര യൂസ് ആവുന്നോ അത്രയും എടുക്കാം. പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പം പരിപ്പ് ഞാനിവിടെ വേവിച്ചെടുത്തു. ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതെന്തിനെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ നെയ്യിൽ തന്നെ കാഷ്യൂവും എല്ലാം വറുത്തെടുത്തിട്ട് ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് പരിപ്പ് കൂടി വഴറ്റിയെടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഈ തേങ്ങാക്കൊത്തിട്ടങ്ങ് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ കശുവണ്ടിയും കിഷ്മിഷും ഇടാവും, അല്ലെങ്കിൽ അതങ്ങ് ഇതായി പോകും, കൂടുതലങ്ങ് വഴണ്ടു പോകും. നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് മൂക്കാറായി വരുമ്പോൾ നമുക്ക് ഈ കശുവണ്ടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. സെപ്പറേറ്റ് വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പം അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടുകയാണ്. ഇനി നമുക്ക് ഈ കിഷ്മിഷ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. 1 ഒരു 2-3 മിനിറ്റ് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വറുത്തിട്ട് കോരിയെടുക്കാം. തേങ്ങാക്കൊത്തും കശുവണ്ടിയും കിഷ്മിഷും കറക്റ്റ് പാകത്തിന് നമ്മളുടെ ലൈറ്റ് ബ്രൗൺ കളറായി അതൊന്ന് കോരിയെടുക്കാം. ആ ബാക്കി വരുന്ന നെയ്യ് ആ ഉരുളിയിലോ പാനിലോ തന്നെ വെക്കുക. അതിലോട്ട് തന്നെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. പരിപ്പ് വെന്തത് കാണിക്കാം. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അന്നാകെ കംപ്ലീറ്റ് ഉടഞ്ഞു പോയിട്ടില്ല, നല്ലതുപോലെ വെന്തു. ഇച്ചിരിയും കൂടെ കുറച്ച് വേവുന്നതാണ്, നല്ല ഒരുപാടങ്ങ് വെന്തിട്ടുണ്ട്. ഇതിപ്പം മാഷ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരില്ല, നല്ല വെന്തു കേട്ടോ. ഇത് പക്ഷേ മാഷായി പോയിട്ടില്ല. അപ്പം നമുക്കിത് ഇതിലോട്ടങ്ങ് ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഈ നെയ്യിലിട്ട് ഈ വെള്ളം ഒന്ന് പറ്റിച്ച് പെട്ടെന്ന് നമുക്കൊന്ന് ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ ശർക്കര പാനി ചേർക്കാൻ പോവാണ്. ഈ ശർക്കര പാനിയിൽ കിടന്ന് ഞാൻ ഫുൾ ഒഴിച്ചിട്ടില്ല, ശർക്കര പാനി കുറച്ച് ഇരിപ്പുണ്ട്. 1/2 കിലോ ശർക്കരയാണ് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പിന് ഇപ്പം ശർക്കര പാനി കാച്ചിയിരിക്കുന്നത്. ആ 1/2 കിലോ ശർക്കര എടുത്തതിൽ മൊത്തം ഞാനിപ്പം ചേർത്തിട്ടില്ല. ഞങ്ങളുടെ സ്റ്റേറ്റിലോട്ടൊക്കെ അടപ്രഥമന് ഒരുപാട് മധുരമാകാറില്ല. അടപ്രഥമൻ എപ്പോഴും കുറച്ച് മധുരമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ ഒരു എന്താ പറയുക ടേസ്റ്റും ഇൻട്രസ്റ്റും ഒക്കെ വരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർക്കാവുന്നതാണ്. ഓവറായി പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, പ്രത്യേകം പറയുകയാണ്. ഇതിപ്പം ധാരാളമാണ് മധുരം ഞാൻ ചേർത്തിരിക്കുന്നത്, നല്ല മധുരമുണ്ട്. പാല് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിക്കോളും. ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ച് പറ്റി ഈ പരിപ്പ് കുറുകി വരണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതേ ഇങ്ങനെ വഴി മാറി കൊടുക്കണം. നമ്മൾ ഈ ഉരുളിയിൽ നിന്നോ പാനിൽ നിന്നോ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഈ വഴി മാറി കൊടുക്കും. ഇത് കണ്ടോ, ഇങ്ങനെ വഴി തികഞ്ഞു കൊടുക്കും. റോഡിലെ വഴിയൊന്നും മാറി കൊടുക്കുന്നല്ല കേട്ടോ, ജോക്സ് അപ്പാർട്ട്. ഇങ്ങനെ വഴി മാറി കൊടുക്കും, കണ്ടോ. അപ്പം പാനിൽ നിന്ന് വിട്ടുവരികയും ചെയ്യണം, വെള്ളം പറ്റുകയും ചെയ്യണം. ഇത് വെന്തിട്ടും ഉണ്ടാകണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാം. പലരും ഇത് കുഴച്ച്
ഉടച്ചൊരു പരുവമാക്കും. ഞാൻ ഇതുവരെയും ഇത് മാഷ് ചെയ്തില്ല. ഇത് കുക്ക് ചെയ്തെങ്കിൽ ഇപ്പോഴിത് വഴട്ടിയെങ്കിൽ ഒന്നും മാഷ് ചെയ്തിട്ടില്ല. നമ്മൾ ശർക്കരയിലിട്ട് കുറുക്കി ഇങ്ങനെ എടുക്കും തോറും അത് തന്നെ പായസത്തിൻ്റെ അല്ലെ ആ പ്രഥമൻ്റെ പരുവത്തിന് വെന്തിട്ട് തന്നെ അത് ഉടയുകയും ചെയ്യും. എന്നാൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ ചെറുതായിട്ട് കാണുകയും ചെയ്യും. ഇത് കണ്ടോ, നല്ല കട്ടിക്ക് വെന്ത് നല്ല കട്ടിക്കാവുകയും ചെയ്ത്. ഇപ്പം 2.5 കപ്പോളം രണ്ടാം പാലുണ്ട്, നമുക്കൊന്ന് ചേർക്കാം. കട്ടി കുറഞ്ഞ പാലാണ്. എന്നിട്ട് വിടാതെ ഇളക്കുക. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. രണ്ടാം പാല് ഒന്ന് തിളച്ച് വരണം. അതേസമയം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഇതൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ, ഇത് അധികം സമയം എടുക്കില്ല ഫ്രണ്ട്സ് കേട്ടോ, പെട്ടെന്ന് തന്നെ കുറുകി വരും. കാരണം പരിപ്പായതുകൊണ്ട്, മറ്റു പായസത്തിൻ്റെ ഒന്നും കൂട്ടല്ല, പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി വരും. അപ്പം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഒരുപാട് അങ്ങ് പറ്റിക്കരുത്. കാരണം പരിപ്പ് കൊണ്ടുള്ള പായസം അല്ലെ കടലപ്രഥമനൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും. അപ്പോൾ ഇതെപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. എൻ്റെ ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും അത് തന്നെയാണ് മാക്സിമം ഇഷ്ടം. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചു. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാലാണിത്. ഇതൊഴിച്ചു കഴിഞ്ഞ് പായസം തിളയ്ക്കാതെ നോക്കണം, ചൂടാകുകയേ ചെയ്യാവൂ. നമ്മൾ സാധാരണ എല്ലാ പ്രഥമനും പായസം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരുന്ന പോലെ ഇതിനി ഒരുപാട് കുറുകയോ കട്ടിയാക്കിയോ ഒന്നും വേണ്ട. കറക്റ്റ് പരുവമാണിതിപ്പം. നല്ല ഒന്ന് ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അത് ഞാൻ ഈ പഞ്ചസാര ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് അത് കുറുകിയെന്നറിയാമോ. ഇതിൽ ഒരു നുള്ള് ജീരകം, ഒരുപാട് ചേർക്കരുത്, അപ്പം ഏലക്കയുടെ മണം അങ്ങ് ഇതായിപ്പോവും. പിന്നെ ഒരു നുള്ള് നമ്മളുടെ ചുക്കും പൊടിച്ചത്, ഒരു നുള്ള് ചുക്ക് പൊടിച്ചത്. ചുക്കും ജീരകവും ചേർക്കുന്നത് ഓപ്ഷണലാണ്, ചിലർ ചേർക്കാറില്ല. പക്ഷേ പരിപ്പ് പായസമായതുകൊണ്ട് ചിലർക്ക് പരിപ്പ് പായസം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കടലപ്പരിപ്പ് പ്രഥമന പായസമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ ചിലർക്ക് ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ജീരകം, ചുക്ക. ഇത് ദഹനത്തിനും വായുശല്യം ഇല്ലാതിരിക്കുന്നതിനും ഏറ്റവും ബെസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. അപ്പം ഇതിപ്പോഴും നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി ഇത് കശുവണ്ടി കൂടി ആഡ് ചെയ്തിട്ട് നമുക്കങ്ങ് ഇതാക്കാം. ഒരല്പം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണ് ചെയ്യുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, തിളയ്ക്കരുത്. അത് ഇളക്കുന്നത് കൊണ്ട് തിളയ്ക്കുന്നില്ല കേട്ടോ. ഉരുളിയൊക്കെ നല്ല ചൂടുള്ളതല്ലേ, ഇത് പെട്ടെന്ന് കുറുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഈ കൺസിസ്റ്റൻസി മതി, കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. നിങ്ങളുടെ പായസം, പരിപ്പ് പായസം അല്ലെ പരിപ്പ് പ്രഥമന് കട്ടിയാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം പാല്, നമ്മളുടെ തേങ്ങാപ്പാല് കുറച്ച് വെള്ളത്തോടെ ചേർക്കാവുന്നതാണ്. ഞാൻ ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്തു. നല്ല പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഈ ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള കടലപ്രഥമൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറക്കാതെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അതുപോലെ ഇപ്രാവശ്യം ഓണത്തിന് കടലപ്രഥമൻ തന്നെ ആയിക്കോട്ടെ. എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണമായ സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്ര ഡിലീഷ്യസ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക.